ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള മുല്ലത്തോട്ടാണ് കേട്ടോ. എല്ലാ കൊല്ലവും ഈ മാർച്ച്, ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസം ഈ 2-3 മാസത്തിൻ്റെ ഇടയിൽ എല്ലാം മിക്ക ദിവസവും നിറച്ച് പൂവുണ്ടാവും കേട്ടോ. ഇക്കൊല്ലം കുറച്ച് കുറവാണ് ഉണ്ടായാണ്. 2 കൊല്ലം മുമ്പ് നിറച്ചുണ്ടായിരുന്നു. ഒരു ഇല പോലും കാണില്ല, അതുപോലെ ആയിരുന്നു പൂവ് വിരിഞ്ഞു നേർന്നത് മുട്ടും. അപ്പോൾ ആ അറ്റം തൊട്ട് ഈ മതിലിൻ്റെ ഈ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെയും നിറയെ മുല്ലയാണ് കേട്ടോ, ആ വരിയിൽ മുഴുവൻ. അപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂവ്. കുട്ടിക്ക് പൊട്ടിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവളെ കൊണ്ട് 2 പൊട്ടിപ്പിച്ചതാണ്. അവൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ മൊട്ടുകളൊക്കെ പൊട്ടിച്ച് കളയും. അത് കാരണം അവളെ മുറ്റത്തേക്ക് ഇറക്കി അത് പൊട്ടിക്കാൻ സമ്മതിക്കാറില്ല. അപ്പോൾ ഇത് എന്താ വെച്ചാൽ സാധാരണ കുറച്ച് ഇതളുള്ള മുല്ലയല്ല കേട്ടോ, നല്ല കട്ട മുല്ലയാണ്. നിറച്ച് ഇതളുകളാണ് അതിൽ. ഇത് വിരിഞ്ഞിങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല മണമാണ്. രാത്രിയൊക്കെ നമ്മൾക്ക് ഈ ജനാല് തുറന്നിട്ട് ഇവിടെ രാത്രി കിടക്കുകയാണെങ്കിൽ ആ മുല്ലമുട്ട് വിരിഞ്ഞ് വരുന്ന സമയമുണ്ടല്ലോ, നല്ല മണം. അവിടെ അകത്ത് നല്ല മണം കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റും. അതുപോലെയാണ്. ഇതാറ്റം വരെയുണ്ട് കേട്ടോ മുല്ല. ഇതളുകൾ കുറഞ്ഞ മുല്ല പൂവിന് അത്രയ്ക്ക് മണം ഉണ്ടാവില്ല. ഇത് നല്ല കട്ടമുല്ലയാണ്. എനിക്ക് പൂക്കളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം മുല്ലപ്പൂവാണ് കേട്ടോ. എപ്പോൾ മുല്ലപ്പൂ കിട്ടിയാലും ഞാൻ വലിയ മാല ഓർത്ത് കെട്ടി തലയിൽ വയ്ക്കും. കണ്ടു, ആ അറ്റം വരെയുണ്ട് കേട്ടോ മുല്ല. ഒരു വരി മുഴുവൻ ആ മതിലിൻ്റെ അടുത്ത് മുല്ലയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്. പക്ഷേ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട് കേട്ടോ, നല്ല സുഗന്ധമാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ മുല്ലയുണ്ടോ, കട്ടമുല്ല? മറ്റുള്ള പൂക്കളൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. ഈ ചെമ്പകപ്പൂവ് അല്ലെങ്കിൽ റോസാപ്പൂവ് അതൊക്കെ കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. മുല്ലപ്പൂവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. തലയിൽ വയ്ക്കാനും ഇഷ്ടം അതാ. ഇത് മാല കെട്ടുക എങ്ങനെയാണെന്നറിയോ? ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കോർക്കണത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കോർക്കാൻ അറിയില്ല കേട്ടോ. അത് പൊട്ടിച്ച് കൊണ്ടുവന്ന പൂവാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, കുറച്ചേ പൊട്ടിച്ചുള്ളൂ. ഇത് വെറുതെ പൊട്ടിച്ച് വെച്ച് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് മാത്രമേ പൊട്ടിച്ചുള്ളൂ. ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടണ കണ്ടിട്ടുണ്ട്. എനിക്കതുപോലെ കെട്ടാൻ അറിയില്ല. അതുകൊണ്ട് ഇതേപോലെ വെച്ചിട്ട് കെട്ടണ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അടക്കി വെച്ചിട്ട്. അതെങ്ങനെയാണെന്ന് അറിയില്ല. വാഴനാര കൊണ്ടാണ് അവർ കെട്ടുക. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല കെട്ടാൻ. ഞാനിങ്ങനെ ഇതേപോലെ വട്ടത്തിൽ ഇങ്ങനെ കെട്ടിട്ടിട്ട് മുല്ലപ്പൂവിൻ്റെ 2 തലയും അതിൻ്റെ ഉള്ളിലേക്ക് വെക്കും. എന്നിട്ട് അത് വലിച്ച് മുറുക്കി കെട്ടും. അങ്ങനെ എന്നിട്ട് എല്ലാം അങ്ങനെ കെട്ടി എടുക്കൂട്ടാ. എനിക്ക് അങ്ങനെ അറിയുള്ളൂ. ചില ആൾക്കാരൊക്കെ അങ്ങനെ നല്ല ഭംഗിയിൽ കെട്ടണ കാണാം, അടുത്തടുത്ത്. അപ്പോൾ പൂക്കൾ അടുത്തായിട്ട് നിൽക്കണ കാണാനും ഭംഗിയുണ്ടാവും. ഞാനിതേപോലെയേ കിട്ടുള്ളൂ. ഇതും കോർത്ത് വരുമ്പോൾ അടുത്തടുത്തായിട്ട് നിൽക്കണത് തോന്നും. പക്ഷെ മറ്റേത് കെട്ടുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇത് കോർത്ത് കഴിഞ്ഞ് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.